ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള PSC 2011 ചോദിച്ച LDC എക്സാമിൽ നിന്നുള്ള 20 GK ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSCയുടെ ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങൾ PSC ക്രാക്കേഴ്സ് എന്ന ഒരു പുതിയ ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ LDCയുടെ ക്രാഷ് കോഴ്സാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്ക് ലഭിക്കുവാൻ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 18, 20, 22, 19. ഓപ്ഷൻ സി ആണ് ആൻസർ, 22. അപ്പോൾ ശ്രദ്ധിക്കുക, ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ചോദിച്ചാൽ 22, ഒരു ഫാൻസി നമ്പർ 22 എന്നോർക്കുക. നമുക്ക് നോക്കാം, PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങൾ ഭാഷകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യമേ അത് തന്നെ നോക്കാം. ഭാഷകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നു ഫിലോളജി. അപ്പോൾ ഫിലോളജി എന്താണ്? ഭാഷകളെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ ഈ ഭാഷ എന്നെങ്കിലും ഓർക്കുക. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 17-ാം ഭാഗത്തും പട്ടിക ചോദിച്ചാൽ 8ാം പട്ടികയിലുമാണ് നമ്മുടെ ഭാഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ നോക്കുവാണെങ്കിൽ 343 മുതൽ 351 വരെ. അപ്പോൾ അധ്യായം ഭാഗം ചോദിച്ചാൽ 17, പട്ടിക ചോദിച്ചാൽ 8, ആർട്ടിക്കിൾ ചോദിച്ചാൽ 343 മുതൽ 351 വരെ. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കും? ഈ പട്ടിക അത് PSC ചോദിച്ചിട്ടുണ്ട്, 8ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഭാഷ അറിഞ്ഞൂടെങ്കിൽ 8ൻ്റെ പണിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ പട്ടിക 8, പിന്നെ അധ്യായം 8ൻ്റെ ഇരട്ടി 16 + 1 17, അങ്ങനെ കണക്ട് ചെയ്ത് ഒന്ന് ഓർക്കുക. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഷകളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലും 14 സംസ്ഥാനങ്ങൾ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങൾ. ആദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 14 സംസ്ഥാനങ്ങൾ, അത്രയും ഭാഷകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കുക. ഇനി ഈ 3 പ്രാവശ്യമാണ് ഈ ഭാഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന അമെൻമെൻറ്റ് ചെയ്തത്. അങ്ങനെയാണ് 14 ഭാഷകളിൽ നിന്നും 22ലേക്ക് എത്തിയത് ഈ 3 അമെൻമെൻറ്റിലൂടെയും. ഇനി ഇന്ത്യയുടെ ഭാഷ ഹിന്ദി എന്ന് പറയുന്നു ആർട്ടിക്കിൾ 343. ഇന്ത്യയുടെ ഭാഷ ഹിന്ദി എന്ന് പറയുന്നു ആർട്ടിക്കിൾ 343. ഔദ്യോഗിക ഭാഷാ നിയമം നിലവിൽ വന്നു 1963. അപ്പോൾ ഔദ്യോഗിക ഭാഷ നിലവിൽ വന്നു 1963. ഇതും ഒരു ഫാൻസി നമ്പർ 369. അപ്പോൾ ഭാഷയ്ക്കും ഒരു ഫാൻസി നമ്പറാണെന്ന് ഓർക്കുക. ഇനി ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ ഹിന്ദിയാണ്, രണ്ടാമത് ബംഗാളി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ ചോദിച്ചാൽ തെലുങ്കാണ്. PSCയുടെ സ്ഥിരം ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ചോദിച്ചാൽ അത് തെലുങ്ക്. ഇന്ത്യയിൽ സംസാരിക്കുന്ന ഏക വിദേശ ഭാഷ ചോദിച്ചാൽ അത് നേപ്പാളിയാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് നാഗാലാൻഡ്. ലിപി ഇല്ലാത്ത ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷ ചോദിച്ചാൽ അത് കൊങ്കിണിയാണ്. കൊങ്കിണി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു നമ്മുടെ കൊച്ചിയിൽ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇതെല്ലാം ലളിതമാണ്, PSCയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി കറൻസി നോട്ടിൽ 7ാമതായതാണ് ഈ മലയാളം ഭാഷ അച്ചടിച്ചിട്ടുള്ളത്. ഇനി ഭരണഘടനയിൽ 11ാമതായിട്ടാണ് നമ്മുടെ മലയാളം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ 11, നമ്മുടെ നോട്ടിൽ മൊത്തം 17 ഭാഷകളുണ്ട്. അതിൽ 7ാം സ്ഥാനത്താണ് മലയാളം അച്ചടിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ് കാനിങ് പ്രഭു. അപ്പോൾ വൈസ്രോയി, ആദ്യ വൈസ്രോയി എന്ന പദം കേട്ടാൽ തന്നെ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 1ാം സ്വാതന്ത്ര്യ സമരം, അതിനോട് അനുബന്ധിച്ച് 1858 ഇന്ത്യയുടെ നമ്മുടെ വിക്ടോറിയ രാജ്ഞി അവരുടെ വിളംബരത്തോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ ഗവർണർ ജനറൽ എന്ന പദവി മാറി വൈസ്രോയി എന്ന പദവി വന്നു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഭരണം മാറ്റി നമ്മുടെ രാജ്ഞിയുടെ കയ്യിൽ ഭരണം ആക്കി.
1858 രാജ്ഞിയുടെ വിളംബരത്തോടു കൂടി. അതോടുകൂടി ഈ ഗവർണർ ജനറൽ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന പദവി മാറി വൈസ്രോയി എന്ന പദവി വന്നു. അതോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി കാനിങ് പ്രഭു മാറി. അവസാന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും കാനിങ് പ്രഭു. കാരണം ആ പദവിയാണ് മാറ്റിയത്, ആള് മാറ്റിയിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ചോദിച്ചാൽ അത് കാനിങ് പ്രഭു. ഇനി ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആ സമയത്തിലെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അത് കാനിങ് പ്രഭു. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. നമുക്കറിയാം കൊങ്കൺ റെയിൽവേ കണക്ട് ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകയിലെ മാംഗ്ലൂരിനെയും. മഹാരാഷ്ട്ര കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ആണ് കൊങ്കൺ റെയിൽവേ. അപ്പോൾ ഇത് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന റെയിൽവേ ആണ്. അപ്പോൾ മേളിലാണ് ഉള്ളത് മേലാപ്പൂർ, ബേലാപ്പൂർ, അങ്ങനെ അങ്ങ് ഓർക്കുക. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം. ഈ 4 സംസ്ഥാനങ്ങൾ ഓർക്കുക. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം. നീളവും PSC ചോദിച്ചിട്ടുണ്ട് 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. ഇവിടെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടി 1997. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ ഓടി 1997 ഗുഡ്സ് ട്രെയിൻ. തൊട്ടടുത്ത വർഷം പാസഞ്ചർ ട്രെയിൻ ഓടി 1998. ഇനി കൊങ്കൺ റെയിൽവേയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ മലയാളിയായ E. ശ്രീധരൻ തന്നെയാണ്. അതും PSCയുടെ ചോദ്യം. ഇപ്പോൾ ബേലാപ്പൂറാണ് ആസ്ഥാനം. നീളം 760, കണക്ട് ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകയിലെ മാംഗ്ലൂരിനെയും. അടുത്ത ചോദ്യം, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. അപ്പോൾ ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആയിരിക്കും ഇത്. കാരണം ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ ആ സമയത്ത് ഈ നാഥുല ചുരമാണ് ആദ്യം ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനിയും ചാൻസ് ഉണ്ട് ഇന്ത്യ ചൈന വാർ വരുമ്പോൾ. അപ്പോൾ സിക്കിമാണെന്ന് ഓർക്കുക. നാഥുല ചുരം സിക്കിം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി PSCയുടെ സ്ഥിരം ചോദ്യങ്ങൾ, ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ. അപ്പോൾ ഷിപ്കില, റോഹ്താങ് ചുരം ഇവ രണ്ടും ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ നമുക്ക് ഹിമാചൽ പ്രദേശ് കേൾക്കുമ്പോൾ മഞ്ഞിൻ്റെ വാസസ്ഥലമായിട്ടൊക്കെയാണ് തോന്നുന്നത്, മൊത്തം മഞ്ഞ്. അപ്പോൾ നമ്മുടെ ടൈറ്റാനിക് തകർന്നത് മഞ്ഞിടിച്ചാണ്. അപ്പോൾ ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഓർക്കുക. ഷിപ്കിലയും റോഹ്താങ് ചുരവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശ്. ഇനി സോജില സ്ഥിതി ചെയ്യുന്നു ജമ്മു കാശ്മീരാണ്. സോജില ജമ്മു കാശ്മീർ. പിന്നെ ബനിഹൽ ചുരവും ജമ്മു കാശ്മീർ. അപ്പോൾ സോജില, ബനിഹൽ, ജമ്മു കാശ്മീർ. പിന്നെ ഉള്ളത് ലിബു ലേക്ക്, ഉത്തരാഖണ്ഡ്. ലിബു ലേക്ക് സ്ഥിതി ചെയ്യുന്നു ഉത്തരാഖണ്ഡ്. ലിബു ലേക്ക്, ഉത്തരാഖണ്ഡ്. ആ ടോണിൽ അങ്ങ് പഠിക്കുക. ലിബു ലേക്ക്, ഉത്തരാഖണ്ഡ്. ബോർഗഡ് ചുരം മഹാരാഷ്ട്ര. മഹാബോറാണെന്ന് പഠിക്കുക. മഹാബോർ. ബോർഗഡ് ചുരം മഹാരാഷ്ട്ര. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? പോണ്ടിച്ചേരി, ചണ്ഡീഗഡ്, ഗോവ, ലക്ഷദ്വീപ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഗോവ സംസ്ഥാനമാണ്. ബാക്കി 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണവ വൈദ്യുതി. അപ്പോൾ പരമ്പരാഗതം അല്ലാത്തത് ആണവ വൈദ്യുതി. ബാക്കി നോക്കാം, പെട്രോളിയം, പ്രകൃതിവാതകം, ജൈവവാതകം ഇതെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. അല്ലാത്തത് ആണവൈദ്യുത നിലയം. അടുത്ത ചോദ്യം, NH 212 ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ സി ആണ് കോഴിക്കോട് കല്ലിങ്കൽ. അപ്പോൾ നാഷണൽ ഹൈവേ അത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. നമുക്ക് നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ചോദിച്ചാൽ NH 44. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ചോദിച്ചാൽ NH 44. ശ്രീനഗറും കന്യാകുമാരി, വടക്ക് മുതൽ തെക്ക് വരെ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ചോദിച്ചാൽ അത് NH 66. കണക്ട് ചെയ്യുന്നു പനവേൽ കന്യാകുമാരിയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ. ഇനി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ചോദിച്ചാൽ NH 966B ആണ്. 966B ആണ്. കണക്ട് ചെയ്യുന്നു കുണ്ടന്നൂർ, വെല്ലിംഗ്ടൺ. കേരളത്തിൽ മൊത്തം 9 നാഷണൽ ഹൈവേ ആണ് പാസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം
NH-212 213 PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഈ NH-212, 13 ഇവയുടെ പേരെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ NH-212 ഇപ്പോഴത്തെ പേര് NH-766 കണക്ട് ചെയ്യുന്നു കോഴിക്കോട്, കല്ലിങ്കൽ അല്ലെങ്കിൽ കൊള്ളകൽ, മൈസൂറാണ്. കോഴിക്കോടും മൈസൂറും തമ്മിൽ NH-766. ഇനി NH-213 പുതിയ പേര് NH-966 ആണ്. കണക്ട് ചെയ്യുന്നു ഫറാക്ക്, പാലക്കാട്. അപ്പോൾ പാലക്കാട് ഉള്ളത് 966, കോഴിക്കോടുള്ളത് 766 എന്ന് ഓർക്കുക. വേറെ ഒന്നും ഓർത്തില്ലെങ്കിൽ ഈ 2 ജില്ലകൾ കിട്ടിയാൽ മതി. അപ്പോൾ കോഴിക്കോടിലൂടെ കടന്നു പോകുന്നത് 766. അപ്പോൾ 7, അപ്പോൾ കോഴിയുടെ കാലിരിക്കുന്നത് ഇങ്ങനെയെന്ന് ഓർക്കുക. കോഴിക്കാല് 7. പിന്നെ ഉള്ളത് പാലക്കാട് ഉള്ളത്. അപ്പോൾ പാലക്കാട് വരുന്നത് 966, പഴയ പേര് 213. അപ്പോൾ ഈ ഫറാക്ക്, പാലക്കാട് എന്ന് പറയുന്നത് കോഴിക്കോട്, പാലക്കാട് തുല്യമാണ്. അത് 966, തെറ്റിപ്പോകരുത്. കോഴിക്കോട്, മൈസൂർ അല്ലെങ്കിൽ കൊള്ളകൽ അല്ലെങ്കിൽ കല്ലിങ്കൽ കണക്ട് ചെയ്യുന്നു 766. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. അടുത്ത ചോദ്യം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കൃഷ്ണ. അപ്പോൾ അർജുനും കൃഷ്ണനും എന്നോർക്കുക. അർജുൻ, കൃഷ്ണ. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദി. ഏതു രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? എന്തായാലും ഫോസ്ഫേറ്റ് നമുക്കറിയാം. ഫോസ്ഫേറ്റ് വർണ്ണം. അപ്പോൾ ഓപ്ഷൻ സി, കാൽസ്യം ഫോസ്ഫേറ്റ്. ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നത്? കൊങ്കൺ തീരം, മലബാർ തീരം, കോറമൻഡൽ തീരം. ഇതൊന്നുമല്ല. ഓപ്ഷൻ സി ആണ്, കോറമൻഡൽ തീരം. അപ്പോൾ PSC ഈയിടെയും ചോദിച്ചു, തമിഴ്നാടുമായി ബന്ധപ്പെട്ട തീരം അറിയപ്പെടുന്നത് കോറമൻഡൽ തീരമാണ്. ഓർക്കുക, കിഴക്ക് ഭാഗത്തുള്ളത് ഈ ഭാഗം. അപ്പോൾ വടക്ക് ഈ ഭാഗത്തുള്ളതാണ്, ഇന്ത്യയുടെ ഈ ഭാഗത്തുള്ളതാണ് കോറമൻഡൽ തീരം എന്ന് പറയുന്നത്. കൊങ്കൺ തീരം നമ്മുടെ ഈ ഭാഗത്തായിട്ട് വരും, പടിഞ്ഞാറിന് ഭാഗത്തായിട്ട് കൊങ്കൺ തീരം വരും, കിഴക്ക് ഭാഗം കോറമൻഡൽ തീരം. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനമാണ്? ഓപ്ഷൻ സി, മഹാരാഷ്ട്ര. അപ്പോൾ മുംബൈ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? പുരുഷ നാമധേയമുള്ള ബ്രഹ്മപുത്രയാണ് ആൻസർ. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ബ്രഹ്മപുത്ര. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൽ എത്ര ശതമാനമാണ്? 1.18%. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൽ എത്ര ശതമാനം? 1.18%. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയൂ. അപ്പോൾ സരയൂ നദിക്കരയിലാണ് അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ജലത്തിൽ ലയിക്കുന്നത് വിറ്റാമിൻ സിയും ബിയും ജലത്തിൽ ലയിക്കുന്നവ ആണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ അടയ്ക്ക എന്ന് പഠിക്കുക. ADEK, അടക്കി എന്ന് പഠിക്കുക. ADEK, ഈ വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നവയും ബാക്കിയുള്ളത് ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ആണ്. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ്? ആനയെന്ന് കേൾക്കുമ്പോൾ 130 എഴുതും, എന്നാൽ തെറ്റ്. ഏറ്റവും കുറച്ച് ഹൃദയമിടിപ്പുള്ള ജീവിയാണ് ആന, മിനിറ്റിൽ 25 തവണ. 1972 സിംല കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഡേഷും തമ്മിൽ ഒപ്പുവെച്ചു. ഓപ്ഷൻ സി, സുൽഫിക്കർ അലി ഭൂട്ടോ. അപ്പോൾ 1972 സിംല കരാർ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ചു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം ഏത്? ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം ഏത്? ഓപ്ഷൻ ബി ആണ്, 1976. അപ്പോൾ ഇതൊരു പുതിയ ചോദ്യമായി എല്ലാവർക്കും തോന്നാം. ഇത് കുറിച്ച് വെച്ച് പഠിക്കുക. ഇനി ചോദിച്ചാൽ ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം ആകും. അപ്പോൾ ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം 1976.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ബാക്കിയും ചോദ്യങ്ങളുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു.